ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇന്നൊരു പായസം ഉണ്ടാക്കലാണ്. അതിനെടുത്ത് വെച്ചിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് അരി, കുറച്ച് വെണ്ണ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഒരു 4.5 ഗ്ലാസ് പാൽ. ആദ്യം തന്നെ ഈ അരി നന്നായി കഴുകി എടുത്ത് കൊണ്ടുവരണം. അരി കഴുകി വെച്ചു. ഇനി പാൽ ചൂടാക്കി എടുക്കണം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇത് തിളക്കാൻ വെക്കണം. ഈ വെണ്ണ ഈ കരണ്ടിയിലിട്ടിട്ട് ഉരുക്കിയെടുക്കുക. വെണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും മതി. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഞാൻ പിന്നെ വെണ്ണ ഉരുക്കിയിട്ട് തന്നെ കാണിക്കുന്നതാണ്. പാകത്തിനാകുമ്പോൾ ഒരു നല്ല മണം വരും. അടുപ്പത്ത് പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് വെണ്ണ ഉരുകിയിട്ട് പൊട്ടലെല്ലാം നിന്നു. ഇനി നല്ല സ്മെല്ലും വന്നിട്ടുണ്ട്. ഇനി അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഈ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുത്ത് മുന്തിരിയെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് ഊരിയെടുക്കാം. ഈ നെയ്യിലിനി അരി ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഞാനൊരു 3 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് തിളക്കാറായ പാലൊഴിച്ച് കൊടുക്കാം. പാല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു. ഇനി മറിയാതെ നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ തന്നെ നിൽക്കണം, മറിഞ്ഞു പോകുന്നതിന് നോക്കേണ്ടത് കൊണ്ട്. തിളക്കാറായ പാലായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടി. ഇനി തീ കുറച്ച് കൊടുക്കുക. അരി ഒരു 3/4 ഭാഗം വെന്തു. പച്ചരിയും ഉണക്കലരിയും ഉള്ള പോലെ ഒരു കൊഴുപ്പുണ്ടാകുന്നില്ല നെയ്ച്ചോറിൻ്റെ അരി. ഞാനിതിലതുകൊണ്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കാച്ചിയ നെയ്യോട് കൂടിയ പാലാണ് ഒഴിച്ചത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3/4 ഗ്ലാസ് പോലെ പഞ്ചസാര ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മധുരം ആവശ്യമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചേർത്തിട്ട് ഈ അരി കൊണ്ട് നെയ്ച്ചോറെല്ലാം വെച്ചാൽ നല്ലോണം ചോറുണ്ടാക്കും. നല്ല കൂടുതൽ ചോറുണ്ടാകുന്ന അരിയാണ്. നല്ല നീളം വലുപ്പമുള്ള സേമിയ പോലെയുണ്ട് ഇപ്പം പാൽപ്പായസം. ഉണക്കലരിയും പച്ചരിയും നല്ല കൊഴുപ്പുണ്ടാവും. ഇതിപ്പം വന്നതുകൊണ്ടും ഒരു 7 ഗ്ലാസോളം പാൽ ഒഴിച്ചു. അങ്ങനെയാകുമ്പോൾ കൊഴുപ്പ് കൂടി. പിന്നെ മിൽക്ക് മേഡ് അങ്ങനത്തൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. പായസം അടുപ്പത്തുനിന്ന് മാറ്റി ഇനി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്കേൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്.
കൊഴുപ്പൊക്കെ ഉണ്ട്, നല്ല പായസം. പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.